എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 33, 34, 35 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ബ്രഹ്മസ്തുതി തുടരുന്നു. ശ്ലോകം 33. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏഷാം തു ഭാഗ്യമഹിമാച്യുത താവതാസ്താം ഏകാദശൈവ ഹി വയം വദ ഭൂരിഭാഗാ ഏതത് ഹൃഷീകചഷകൈരസകൃൽ പിബാമ സർവാദയോഘൃതജമധ്വമൃതാസവം തേ. അച്യുത വിളിക്കണു. അല്ലയോ നാശരഹിതമായ ഭഗവൻ, വ്രജവാസികളുടെ ഭാഗ്യാതിരെ അതിശയത്തെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇന്ദ്രിയാദി അധിഷ്ഠാന ദേവതകളായ ശിവൻ മുതലായ ഞങ്ങള് 11 പേരുടെ ഭാഗ്യം ഏറ്റവും അതിശയിക്കത്തക്കതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങളെ അധിവസിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് സിദ്ധിച്ചതുകൊണ്ട് ഞങ്ങൾ ഈ വ്രജവാസികളുടെ ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും പ്രത്യേകം ഇന്ദ്രിയ പാനപാത്രങ്ങൾ കൊണ്ട് നിന്തിരുവടിയുടെ പാദകമലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മകരന്തമാകുന്ന അമൃതരൂപമായ ആസവത്തെ അങ്ങനെ എല്ലായ്പ്പോഴും പാനം ചെയ്തുകൊണ്ടിരിക്കുക. പാദപത്മത്തെ സ്മരിക്കുമ്പോൾ അനുഭവഗോചരമായി ഭവിക്കുന്ന ആനന്ദം തന്നെ ആണ് അതിലെ മകരന്തം. അമൃതം പോലെ ആസ്വാദ്യത അതിനുള്ളത് കൊണ്ട് അമൃതത്വം ഉണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച്. മറ്റു യാതൊരു സുഖവും കാക്ഷിക്കാതെ ഇരിക്കാനുള്ള ശക്തി അതിനുണ്ട്, ഈ അമൃതിന്. അപ്പൊ ആസവം എന്ന പോലെ അതൊരു ലഹരി ഉണ്ടാക്കുകയും ചെയ്യണം. അതുകൊണ്ട് പിന്നെയും അതിന്മേൽ ആസവം എന്ന നിലയിലും പിന്നെയും പറയണം. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗോപസ്ത്രീകള് അങ്ങയെ ഉപചരിക്കുമ്പോ അതത് ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്ന ഞങ്ങള് ഓരോരുത്തർക്കും പരമാനന്ദം സിദ്ധിക്കുകയാണ്. അപ്പോ സർവേന്ദ്രിയങ്ങളെ കൊണ്ടും നിന്തിരുവടിയെ സേവിക്കുന്നവരുടെ ആനന്ദവിശേഷം ആർക്കാ വർണ്ണിക്കാൻ കഴിയും? അഹങ്കാരത്തിന്റെ അധിഷ്ഠാന ദേവത ശിവൻ, ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവ്, മനസ്സിന്റെ ദേവത ചന്ദ്രൻ, ശ്രോത്രങ്ങളുടേത് ദിക്കുകള്, ത്വക്കിന്റേത് വായു, നേത്രങ്ങളുടേത് സൂര്യൻ, നാവിന്റേത് വരുണൻ, നാസികകളുടേത് അശ്വിനി കുമാരന്മാര്, വാക്കിന്റേത് വഹ്നി, കൈകളുടേത് ഇന്ദ്രൻ, പാദങ്ങളുടേത് ഉപേന്ദ്രൻ. ഇങ്ങനെ ഏകാദശേന്ദ്രിയങ്ങൾക്ക് ഇത് മുമ്പ് പറഞ്ഞ അതൊക്കെയാണ് അധിഷ്ഠാന ദേവതകൾ. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം കൊണ്ട് ഗോപികൾ അങ്ങയെ ഭജിക്കുമ്പോ ആ ഇന്ദ്രിയത്തെ അധിവസിക്കുന്ന ഞങ്ങളിൽ ഒരാൾ ഒരു ഇന്ദ്രിയദ്വാര സിദ്ധിക്കുന്ന സുഖം കൊണ്ട് തന്നെ പരമസന്തുഷ്ടനാവുന്നു. ഇങ്ങനെയിരിക്കെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അങ്ങയെ സേവിക്കുന്ന ആ ഗോപികളുടെ അവസ്ഥ, അവരുടെ ആ ഭാഗ്യവിശേഷം എങ്ങനെയാ വർണ്ണിക്കുക എന്ന് പറയുന്നു ബ്രഹ്മാവ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇന്ദ്രിയങ്ങള് നിഷിദ്ധ കർമ്മങ്ങളെ ഏർപ്പെടുമ്പോൾ അതത് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ കോപിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ കർത്താവിനെ ശപിക്കുകയും ചെയ്യും. അതും നമ്മൾ മനസ്സിലാക്കണം. കൈ, കാല്, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾക്ക് കോട്ടം, അംഗവൈകല്യം മുതലായവ ഈ അധിഷ്ഠാന ദേവതകളുടെ ശാപനിമിത്തം ആണ് ഉണ്ടാവുന്നത്. ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. നല്ലത് ചെയ്താൽ അതുപോലെ ആനന്ദം അനുഭവിക്കാം. അപ്പൊ അവർക്ക് അതുപോലെയുള്ള വിഷമങ്ങൾ വന്നാൽ അവര് ശപിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാം നല്ലത് എന്ന് നമ്മൾ ചെയ്യണം. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നന്മ മാത്രം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം എന്നർത്ഥം. തത്ഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യത് ഗോകുലേപി കഥമാംഘ്രിരജോഭിഷേകം യൽ ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദസ്തു അദ്യാപി പദരജ ശ്രുതിമൃഗ്. അങ്ങനെ ഭഗവത് ഭക്തന്മാരുടെ ഹൃദയത്തെ അഭിനന്ദിച്ചു ബ്രഹ്മാവ്. എന്നിട്ട് പറയണു, എനിക്ക് അവരുടെ മധ്യത്തിലൊന്നും പ്രവേശിക്കാൻ യോഗ്യത പോരാ. അവരുടെ പാദരജ
സംബന്ധ നിമിത്തം അതിനുള്ള യോഗ്യത സിദ്ധിക്കും എന്ന് വിചാരിച്ചിട്ട് ഭക്തന്മാരുടെ കൂട്ടത്തിലെ ഒരുവനായിട്ട് ഭവിച്ച് അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കണം എന്ന് പറയാണ് പിന്നെ ബ്രഹ്മാവ്. അതിനനുഗ്രഹിക്കണം. ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ട് ഭവിച്ച് അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കണം, അതിനനുഗ്രഹിക്കണം എന്ന് മുമ്പ് ഒരു പ്രാർത്ഥന ചെയ്തല്ലോ. ആ ആഗ്രഹം കൂടി ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മാവ് പിന്നെ പറയാണ്, വ്രജവാസി ജനങ്ങളുടെ പാദരേണു സംബന്ധം സിദ്ധിക്കത്തക്കതായ ഏതെങ്കിലും ഒരു ജന്മം എനിക്ക് സിദ്ധിച്ചാൽ മതി. അതിനായിട്ട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണിത് ഈ ശ്ലോകത്തില്. എനിക്ക് ആ ഭാഗ്യം സിദ്ധിക്കണം. എന്തെന്നാൽ ഈ മനുഷ്യലോകത്തിലെ ഒരു ശരീരപ്രാപ്തി, അതിലും വെച്ച് ഈ വൃന്ദാവനത്തിലെ ഏതെങ്കിലും ഒരു വൃക്ഷമോ വള്ളിയോ ആയിട്ടുള്ള ഒരു ജന്മം, അതിലും വിശേഷിച്ച് ഈ ഗോകുലത്തിലുള്ളവരിൽ ഏതെങ്കിലും ഒരാളുടെ കാൽപ്പൊടി ഏൽക്കത്തക്കതായ ഏതോ വിധത്തിലുള്ള ഒരു ജന്മം അതെനിക്ക് സിദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ സത്യലോകവാസത്തെ ഉപേക്ഷിക്കാനും ഗോകുലത്തിൽ ജന്മം സിദ്ധിക്കാനും ഞാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കണം വെച്ചാൽ ഈ ഗോകുലവാസികളുടെ ജീവിത സർവസ്വമായിരിക്കുന്നത് ശ്രീ ഭഗവാൻ മുകുന്ദനാവുന്നു. സർവാത്മനാ ഇവർ മുകുന്ദനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. മുകുന്ദ സേവ തന്നെയാണ് ഇവരുടെ ജീവിത സർവസ്വമായി ഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ അനന്യഭാവേന ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മഹത്വം. അതുകൊണ്ട് തന്നെ ഇവരുടെ കാൽപ്പൊടി ഏൽക്കാൻ ഉചിതമായ ജന്മം സിദ്ധിക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. പുല്ലായി ജനിക്കരുതോ ഒരു കല്ലായി ജനിക്കരുതോ വൃന്ദാവനെ പറയുന്നു ഒരു ഭക്തൻ. വൃന്ദാവനത്തില് ഒരു പുല്ലായിട്ട് ഒരു കല്ലായിട്ട് ജനിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായാൽ മതി. അപ്പൊ ആ ഭക്തന്മാരുടെ കാൽപ്പൊടി ഏൽറ്റ് അങ്ങനെ ജീവിക്കാലോ. ഈ വൃന്ദാവനത്തിലെ ജനങ്ങളുടെ ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും അത് മതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ. അനാദികാലം മുതൽക്ക് വേദങ്ങൾ കൂടി ഭഗവാന്റെ പാദരജസ് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. വേദങ്ങൾക്ക് കൂടി അങ്ങയുടെ പാദരജസ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന ശ്രുതിവാക്യം വേദവാക്കുകൾക്കും ഭഗവാനെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ ശ്രുതിയിൽ. അങ്ങനെ ഇരിക്കുന്ന നിന്തിരുവടിയുടെ പാദകമലത്തെ സർവഥാ സേവിക്കുന്നവരുടെ സംസർഗത്തിൽ എനിക്കും ആ വിധം ഭാഗ്യം സിദ്ധിക്കാനിടവരും എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അതുകൊണ്ട് ഗോകുലവാസികളോട് ചേർന്നിരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ജന്മം എനിക്ക് സിദ്ധിക്കത്തക്ക ഭാഗ്യം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഷാം ഘോഷ നിവാസിനാമുദ ഭവാൻ കിം ദേവരാദേതി ന ചേതോ വിശ്വഫലാൽ ഫലം ത്വദപരം കുത്രാപ്യയൻ മുഹ്യതി സദ്വേഷാദിവ പൂതനാ വിസകുലാ ത്വാമേവ ദേവാ പിതാ യദ്ധാമാർത്ഥ സുഹൃൽ പ്രിയാത്മതനയ പ്രാണാശയാ ത്വൽകൃതേ. ഈ പ്രജവാസികളുടെ കൃതാർത്ഥതയെ കുറിച്ച് ഞാൻ എന്തു പറയട്ടെ ഭഗവാനെ? അവിടുന്ന് കൂടി ഇവരുടെ ഭക്തി മാഹാത്മ്യ നിമിത്തം ഇവർക്ക് കടപ്പെട്ടിരിക്കുകയാണ് അല്ലെ ചോദിക്കണം ബ്രഹ്മാവ്. ദേവ, നിന്തിരുവടി ഇവർക്ക് എന്തൊരു ഫലമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നിശ്ചയിക്കാൻ ഞങ്ങളുടെ മനസ്സ് വളരെ പരിശ്രമിക്കുന്നു. എങ്കിലും എന്താണ് അവിടുന്ന് ഇവർക്ക് കൊടുക്കാൻ പോണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടെന്നാൽ സമസ്ത കർമ്മങ്ങളുടെയും മഹാഫലപ്രാപ്തി അങ്ങയെ പ്രാപിക്കുന്നതാണ്. അതിനാൽ അങ്ങുന്ന് ഇവർക്ക് അങ്ങയെ തന്നെ ദാനം ചെയ്യുമായിരിക്കാം. ഇതിലധികമായിട്ടൊന്നും കൊടുക്കാൻ ഭഗവാനെ അവിടത്തേക്ക് സാധിക്കില്ലല്ലോ. എന്നാൽ ഇതിന്മീതെ കൊടുക്കത്തക്കതായ ഫലമില്ലാത്തത് കൊണ്ടും ഇത് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന പക്ഷം പോരാ എന്ന് പറയാതെ നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ നല്ലൊരു വേഷം ധരിച്ച് ഉള്ളില് കാപട്യം വഹിച്ചു കൊണ്ടുവന്ന് അങ്ങയെ എടുത്ത് മടിയിൽ വെച്ച് ആ വിഷമയമായ സ്തന്യം നൽകിയ പൂതനയ്ക്കും അവളുടെ സംബന്ധികളായ അഘാസുരൻ മുതലായവർക്കും അങ്ങ് ഈ പദവി നൽകിയില്ലേ. അങ്ങനെ ഇരിക്കെ വ്രജവാസികള് അവരുടെ സർവസ്വവും അങ്ങയ്ക്കായി സമർപ്പിച്ച് സർവദാ നിന്തിരുവടിയെ സേവിക്കുമ്പോൾ ഈ പൂതനാദികൾക്ക് കൊടുത്ത ഫലം തന്നെ കൊടുത്താൽ മതിയോ? അത് പോരാ.
ഒരിക്കലും മതിയാവില്ല. മതിയാകണമെങ്കിൽ അങ്ങയേക്കാൾ മഹത്തായ ഒരു ഫലം കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഫലം എന്താ? ഇല്ല. അതുകൊണ്ട് വ്രജവാസികളുടെ ഭക്തി അതിശയം നിമിത്തം ഭഗവാനെ അവിടുന്ന് കൂടി അവർക്ക് കടക്കാരൻ എന്ന പോലെ ഇരിക്കണം. ഗോപികളുടെ വിശേഷം അതിശയനീയം തന്നെ എന്ന് പറയണു ബ്രഹ്മാവ്. ബാക്കി ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.